വേണ്ട മോളെ, എന്താ മോളെ ഇത്? ഈ നിലയിൽ നാദിയെ കാണണ്ട മോളെ. ഞാനിതിന് സമ്മതിക്കില്ല. നാദിയെ കൊല്ലണമെന്ന് എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ടീച്ചർ, ഇല്ല, അത് മാത്രം എന്നോട് പറയരുത്. ഒന്ന് ഇവരോട് പറ. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ അവളെ കൊല്ലാൻ ഒരുങ്ങിയത്? ആരോട് ചോദിച്ചിട്ടാന്ന്? എനിക്കറിയണം. അവരെന്നോട് ചോദിച്ചു. ഞാനാണ് ഡോക്ടേഴ്സിന് മുന്നിൽ ഈ പ്രപ്പോസൽ വെച്ചത്. യുത്തനേസിയ. ഷീ ഡിസർവ്സ് ഇറ്റ്. നിങ്ങൾക്ക് എന്താ കണ്ണു ചോരയില്ലേ? പടച്ചവന് പോലും വേണ്ടാത്തൊരു ശവശരീരമായി മാറിക്കഴിഞ്ഞു നാദിയ. ഫ്യൂണറൽ കാത്തു കിടക്കുന്ന ഒരു കോർപ്സ്. നീ തന്നെ പറ, എത്ര കാലം ഒന്ന് ചപ്പാവും ബോധമില്ലാതെ ഭൂമിയിൽ കിടന്നിങ്ങനെ നരയിക്കുന്നത്? അവസാനിപ്പിച്ചേക്കാം നമുക്ക് അവളെ. അതിനുള്ള സമ്മതമാണ് ഇവർ ചോദിക്കുന്നത്. മോൾ ഒപ്പിട്ട് കൊടുത്തേക്ക്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. എല്ലാരും ചേർന്ന് അവളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അതിനും എന്നെ കൊന്നേക്കണം. എനിക്ക് മാത്രമായി ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കണ്ട. ഇത് ദയയല്ല, ക്രൂരതയാണ്. നാദിറ നാദിയോട് കാണിക്കുന്ന ടോർച്ചറിങ്. സാറിന് മനസ്സിലായ ആളാരാണെന്ന്? നാദിറയുടെ ഭാവി വരൻ സിയാ മുസാഫിന്റെ ഉപ്പ, ഉസ്താദ് ഗുലാം മുസാഫിർ. GM, ഗ്രാൻഡ് മ്യൂസിക് കമ്പോസർ. ചിന്തിച്ചു നോക്ക്, നിനക്ക് തന്നെ ഉത്തരം കിട്ടും. ടെക്നിക്കലി നാദി എപ്പോഴേ കൊല്ലപ്പെട്ടു. ഫുൾ കോമ. There is nothing wrong in it. പഠിച്ചിട്ടില്ലേ നീ? ഹൃദയം കൊണ്ടല്ല, ബ്രെയിൻ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ ബ്രെയിനിന്റെ നാശത്തെയാണ് മനുഷ്യൻ മരണമെന്ന് വിളിക്കുന്നത്. നാദിയുടെ ബ്രെയിൻ ഡെഡായി കഴിഞ്ഞു മോളെ. ശരിയല്ലേ ഡോക്ടർ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. നാദിയെ പരിശോധിച്ച മെഡിക്കൽ ടീം ഡെത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. മോള് കേട്ടല്ലോ. ഇനി മരിക്കാൻ നാദിയെ ഡോക്ടർമാരെ സഹായിക്കും. ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് എന്നിവർ വിളിക്കുന്ന മെർസി കില്ലിംഗ്, യുത്തനേസിയ. ആരുടെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. നാദിറ, forget your another face. നാദിയ നിനക്കിനി ഉപകാരം ചെയ്യില്ല, ഉപദ്രവമേ ചെയ്യൂ. മോളെ, എനിക്കൊന്നും കേൾക്കണ്ട. ജീവിതം മുഴുവൻ എനിക്ക് കാണണം അവളെ. കണ്ടോണ്ടിരിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, വിട്ടു കൊടുക്കില്ല ഞാൻ അവളെ ഒരു മരണത്തിനും. ഞങ്ങൾ ഒരുമിച്ച് ജനിച്ചവരാ. 22 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. എന്നെ പാതി വഴിയിലിട്ടിട്ട് പോകാൻ സമ്മതിക്കില്ല ഞാൻ അവളെ. ഞാൻ കാവലിരിക്കും ഈ ജന്മം മുഴുവൻ. അവൾ എന്റെയാ, എന്റെ മാത്രം സ്വത്താ. വിഡ്ഢിയാണ് നീ. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിന് കാവലിരിക്കുന്ന വിഡ്ഢി. മിസ്റ്റർ ഓഫീസർ, നമസ്തേ ജി. ഐ എം ഉസ്താദ് ഗുലാം മുസാഫിർ. വൗ. മിസ്റ്റർ ഷറഫുദ്ദീൻ താരമസി IPS ഇപ്പോ നാദിയ കേസ് അന്വേഷിക്കുന്നു. കേട്ടിട്ടുണ്ട് നിങ്ങളെപ്പറ്റി ധാരാളം. വായിച്ചിട്ടുണ്ട് ചില ഹ്യൂമൻ റൈറ്റ് ആർട്ടിക്കിൾസ്. ചെന്നൈ നഗരത്തിലെ ഗല്ലികളിൽ രാത്രി ഗുണ്ടകളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, എ ഗ്ലോറിഫൈഡ് കില്ലർ. ഈ എൻകൗണ്ടറിംഗ് ഒരുതരം മേഴ്സി കില്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഉത്തരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിവേ, മൈ കൺഗ്രാറ്റ്സ് മിസ്റ്റർ GM. വൈ? നാദിയല്ല, നാദിറയുടെ ഭാവിയിൽ ഓവർ കോൺഷ്യസ് ആവുന്നതിന്. യെസ്, നാളെ എന്റെ വീട്ടിൽ വന്ന് കയറേണ്ട എന്റെ ഭാവി മരുമകളല്ലേ നാദിറ. അപ്പോ അവളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്റെയും എന്റെ മകന്റെയും കൂടിയല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? പിന്നെ ഈ മേഴ്സി കില്ലിംഗ് അത്ര വലിയ പാപോ തെറ്റൊന്നും അല്ലെന്ന് നിങ്ങളും നാദിറയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഹോളണ്ടിലും ബെൽജിയത്തിലൊക്കെ ഇത് സർവ്വസാധാരണമായി കഴിഞ്ഞു. ഹോളണ്ടിലും ബെൽജിയത്തിലും ഒന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, ഇന്ത്യയിലല്ലേ.
അതുകൊണ്ടാണല്ലോ ഞാൻ അവളോട് പറഞ്ഞത്, നാദിയെ വേണമെങ്കിൽ നമുക്ക് ബെൽജിയത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ച് ഈസിലി കില്ലിംഗ്, ആരും അറിയില്ല. ഇവിടത്തെ പോലെ ലീഗൽ പ്രോബ്ലംസും ഇല്ല. കില്ലിംഗ് കില്ലിംഗ് 4 തവണ നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചു, ഒരു കില്ലറുടെ ആത്മസംതൃപ്തിയോടെ. എല്ലാ സൂത്രധാരന്മാർക്കും ഒരേ മുഖഛായയാണ്, ഒരു പ്രൊട്ടക്ടറുടെ ഭാവം. യെസ്, ഐ എം റിയലി എ പ്രൊട്ടക്ടർ. Very good piece of acting. Wait for the Jugalbandi. ബി കൂപ്പയിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും വ്യക്തതയില്ല, സർ. പക്ഷെ ഒരു കാര്യത്തിന് മാത്രം നല്ല വ്യക്തതയുണ്ട്. എന്താ സർ? നാദിയയുടെ കൊലപാതകി ആരായിരുന്നാലും അയാൾ പൂർണ്ണ ബോധത്തോടെയാണ് കൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ക്രൈം സ്പോട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അടേങ്കപ്പ, അവൻ കില്ലാടിക്ക് കില്ലാടി മുറുകാ. എല്ലാത്തരം ക്രൈമുകൾക്ക് പിന്നിലും ബോധപൂർവമായ ഒരു ഇന്റൻഷൻ കാണും. ദ തിയറി ഓഫ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്. കുറ്റം സംഭവിച്ച അതേ നിമിഷം കുറ്റവാളിയും ജനിച്ചു കഴിഞ്ഞു. തന്നെ വേട്ടയാടുന്ന കുറ്റാന്വേഷകന്റെ യാത്ര ഒളിഞ്ഞു നിന്ന് കണ്ട് പരിഹസിക്കുക മാത്രമല്ല, താനും കുറ്റാന്വേഷകനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നത് കണ്ട് ത്രില്ലടിക്കുന്ന ഒരു മനസ്സും ചില കുറ്റവാളികൾക്കുണ്ട്. ദേ ആർ സിംബോളിക് ഓഫ് അൺകോൺഷ്യസ് വിഷൻസ്. ഈ മനഃശാസ്ത്രം ഡോക്ടർമാർക്കും ബാധകമാണ്. കത്തിയിൽ നിന്ന് കണ്ടെടുത്ത ഏറ്റവും ബോൾഡായ ഫിംഗർ പ്രിന്റ് ഡോക്ടർ അജയ് ഘോഷിന്റെയും ബാലുവിന്റെയും രാജമ്മയുടെയും. രാജമ്മയുടെ മൊഴിയിൽ ഒരു കള്ളത്തരം കിടന്ന് കളിക്കുന്നുണ്ടല്ലോ മയിൽവാഹനം. രാജമ്മ ആളെങ്ങനെ? സാർ, இந்த ராஜம்மாவே ஃபர்ஸ்ட் லுக்கிங்ல பார்த்தா பொம்பளை மாதிரி அல்ல சார், ஆம்பளத்தா. ஆனா அந்த நடிக்கொச்சு பாவம் கிழிந்து சார். அவட அப்பா வந்து ஃபுல் டைம் வாட்டர் அதோரிட்டி தண்ணி. சார், அந்த டைம்ல ஊட்டியில ஒரு சினிமா ஷூட்டிங் நடந்துட்டு இருந்தது. அந்த படத்துல ஒரு ஐட்டம் டான்ஸுக்காக போயதா இந்த பாவம் பாப்பா. போற வழியில கோயம்புத்தூர்ல இறங்கியாச்சு. அங்கே இருந்து கம்பெனி வண்டியில ஊட்டி. ഏത് സിനിമ? എന്ത് തോന്നിയാസോടോ ഇത്? ഐ എം ടെറിബിളി സോറി ഫോർ ദി ഇന്ററപ്ഷൻ. താനാരാ? ഷറഫുദ്ദീൻ താരാമസി, ഡയറക്ടർ ഫ്രം ദ റാക്ട്. അയ്യോ, ഏത് കഷ്ടകാല സമയത്താണോ എനിക്ക് ആ ട്രെയിനിൽ കയറാൻ തോന്നിയത്. സത്യം പറഞ്ഞേ പറ്റൂ രാജമ്മ. പ്രിയ ഊട്ടിയിൽ അഭിനയിച്ച ഉടുപ്പി ദാദ MBBS എന്ന ചിത്രം ഞങ്ങൾ അരിച്ചുപെറുക്കി നോക്കി. അതിൽ പ്രിയയുടെ ஐட்டம் டான்ஸ் மட்டும் நாங்க பார்க்கல. ஏமா அந்த ஐட்டம் டான்ஸ் போடல? എനിക്ക് தெரியாத സാർ. സത്യം പറഞ്ഞേ പറ്റൂ. നീ ഇപ്പടി അടം പിടിച്ച് നിന്നേനാ നിന്റെ പാപ്പാടെ കൊച്ചിട്ടും കളിക്കും, നിന്നെ ഞാൻ കളിക്കും. ചൊല്ലടി, ജ്യൂസ് എടുക്കാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. മോക്കിപ്പൊ പടവും പപ്പടവും ഒന്നുമില്ല. ഞങ്ങൾ ഇപ്പൊ കോൾ ഷീറ്റ് കൊടുക്കുന്നത് സ്വർണ്ണക്കടക്കാർക്കാ. ഹൈദരാബാദിൽ നിന്നും മദ്രാസിൽ നിന്നും ഹോൾസെയിൽ പാർട്ടി നാട്ടിലുള്ള ജ്വല്ലറിക്കാർക്ക് കൊടുത്തുവിടുന്ന സ്വർണ്ണ ഉരുപ്പടികൾ ഞങ്ങളുടെ കയ്യിൽ തന്നുവിടും. ഞങ്ങൾ അത് ഭദ്രമായി അവിടെ എത്തിക്കും. സ്മഗ്ലിംഗ്. അപ്പൊ ഇതാണ് ഐറ്റം. ഒരു ട്രിപ്പിന് എത്ര കിട്ടും? 50,000. കോയമ്പത്തൂർക്ക് ചുമന്നത് ആർക്ക് വേണ്ടിയാ? കോവയും ആങ്കുടി ചെട്ടിയാർ തങ്കമാളിക. എത്ര കിലോ? 7 കിലോ. രാജമ്മയുടെ ഭർത്താവ് എവിടെ? അയ്യോ, രാമേട്ടൻ പാവോ സാറേ. ഹീസ് ഇന്നസെന്റ്. എടി, அந்த ராமேட்டன் இன்னசென்டா வடிவேலுவோ எங்களுக்கு தெரிய வேண்டிய விஷயமല്ല. நிஜமா சொல்லடி, கணவனங்கடி. രാമേട്ടൻ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് കളഞ്ഞു സാറേ. അയാൾ ഇപ്പൊ കാശിയില്ല. அடி பாவிங்களா, கழுத்துல தாலி கட்டிய கணவனை டைவோர்ஸ் பண்ணிட்டு தலையில ஜெண்டுமல்லி பூச்சி நடக்கிறியா? உன்னை செருப்பால் அடிச்சு பரமரத்தில் ஏற்றுவே. சொல்லடி, சொல். കതിരേശൻ, സോറി സാർ. രാജമ്മയ്ക്ക് ഈ വസ്തു പരിചയമുണ്ടോ? ഈ കത്തി കൊണ്ടാണ് നാദിയയ്ക്ക് കുത്തേറ്റത്. ആണോ? കഷ്ടം, ഞാൻ അറിഞ്ഞില്ല. മാമ്പഴം മുറിക്കാൻ നിങ്ങൾ കടം വാങ്ങിയ കത്തിയാണിത്. ഭഗവാനെ, അത് തിരിച്ചു കൊടുത്താണല്ലോ. ഭഗവാൻ തിരിച്ചു കൊടുത്തില്ല. രാജമ്മ, നീ ചുപ്പ കരകാട്ടം പാടാതെ സത്യം പറ രാജമ്മ. ആ, കിട്ടിപ്പോയി സാറേ. കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല. കൊടുക്കാൻ മറന്നുപോയി. കോവേ സ്റ്റോപ്പിൽ എത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. കൂപ്പയിൽ അപ്പടി ഇരുട്ടായിരുന്നു. വണ്ടിക്കുള്ള പവർ കട്ടാ? ഏടി ലൈറ്റ് പോട്ട് പാക്കലേ? ലൈറ്റ് ഇട്ടതാ സാറേ. അപ്പൊ കെടുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ കുട്ടിയെ, നാദിയ. എന്തിന്? അവളുടെ വർത്താനം കേട്ട ഞാനല്ല സാറ് ഓഫാക്കി പോവും. അതെന്താ? അവള് ഞങ്ങളെ പോലെ കടത്തുകാരിയാ സാറേ. ഞാനും മോളും പെട്ടിയിൽ ഇത്തിരി പൊന്നു കടത്തുമ്പോ അവള് ബാഗിൽ കടത്തണ എന്താന്നറിയോ സാറിന്? എന്താ?
പറയാ സാർ. ഇതെന്തോന്ന് ഗിറ്റാറോ? തോക്ക്. ദൈവമേ, ഇവിടെ പോലീസുകാരിയാണോ തോക്കും കൊണ്ട് നടക്കാൻ? എന്ത് പറ്റി ചക്കരെ? പറയടാ. നിന്നെ ആരെങ്കിലും കയറി പിടിച്ചോ? പോടുന്നു മനുഷ്യൻ. മോളെന്തെങ്കിലും കണ്ട് പേടിച്ചോ മോളെ? മാസ്റ്ററോ? അതെ, ബാലുവിന്റെ അച്ഛൻ. എവിടെയാണ്? അവിടെ. എന്ത് പറഞ്ഞു നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കാണട്ടെ അയാളെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു പ്രശ്നമില്ല. മോളെ, നീ ഒരു കാർന്നോരെ കണ്ട? നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തിയടാ? കാർന്നോരോ? വടക്കാഞ്ചേരി കുഷ്ഠരോഗ ആശുപത്രിയില്ല. ഹലോ. മറ്റേ ഒരു കാർന്നോര്. ഹലോ. ഈ കിളവനിത് എങ്ങോട്ട് പോയി? മമ്മി വേണ്ട മമ്മി, മമ്മിക്ക് എന്താ ഭ്രാന്ത്? എനിക്കല്ലടി ഭ്രാന്ത്, കോളേജിൽ നിന്റെ പിന്നാലെ നടന്നില്ല അവന്റെ ഭ്രാന്ത്. ഇവനെയൊക്കെ ഞാൻ പറഞ്ഞേ. വാ. രാജമ്മ തിരിച്ചു വന്നപ്പോ തുളസിമണി ഇരുന്ന എ കൂപ്പയിലേക്ക് കയറിപ്പോയ നിഴൽ ആരുടേതായിരുന്നു? അതോ? അത് ആ മുഖം ഇന്നലെ കണ്ടതുപോലെ ഇപ്പോഴും രാജമ്മയുടെ കണ്ണുകളിലുണ്ട്, അല്ലേ? എന്റെ പൊന്നണ്ണ, അല്ല സാറേ, ഈ അമ്മച്ചിക്ക് കണ്ണു പിടിക്കാത്തതാണ്. എനിക്ക് നിഴലേ ഇല്ല, ഞാൻ വെറും പാവമാണ്, അല്ലേ? തന്നെ കിളി, ട്രെയിനിലെ കിളി ഈ കമ്പിളിക്കാരനകത്തോട്ട് കയറി പോയത് ഞാൻ കണ്ടതാ. പോയി പോയി പച്ച പോയി. കലാക്ഷേത്ര തുളസിമണി തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ, ചാട്ടക്കയർ. അതിൽ 3 പാലക്കാടൻ കാളക്കുരുക്കും. കൊല്ലങ്കോട്ട് രാജയുടെ മകൾ എങ്ങനെയാണ് ഈ കയറിൽ കാലിച്ചന്തക്കാരുടെ കുരുക്ക് കിട്ടിയത്? സുന്ദരൻ പറയണം. ഈ കുരുക്ക് കെട്ടാൻ സുന്ദരൻ അറിയാം. എനിക്കറിയില്ല സാർ. തുളസിമണിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റിൽ ഏറ്റവും ബോൾഡായത് AC അറ്റൻഡർ സുന്ദരത്തിന്റേതാണ്. ഈ വിരൽപ്പാടുകൾ എങ്ങനെ തുളസിമണിയുടെ കഴുത്തിൽ പതിഞ്ഞു? ഉത്തരം സുന്ദരൻ തന്നെ പറയണം. ഇപ്പോ ഇവിടെ വെച്ച്. കമോൺ കമോൺ കമോൺ. ഞാൻ തന്നെയാ തുളസിമണിയെ കൊന്നത്. ഒരു പാസഞ്ചറെ യാത്രക്കിടയിൽ ഒരു അറ്റൻഡർ കെട്ടിത്തൂക്കി കൊല്ലുന്നു. എന്തിന്? കില്ലറും വിക്ടിമും തമ്മിൽ എന്ത് ബന്ധം? എന്ത് മോട്ടീവ്? അത് ഈ കൂപ്പയിൽ ഒറ്റയ്ക്കൊരു പാസഞ്ചർ, അത് ഒരു പെണ്ണ്. അവളുടെ പെട്ടിയിലും ബാഗിലും സ്വർണവും കാശും കാണുമെന്ന് ഞാൻ ഊഹിച്ചു. അന്ന് അമാവാസി. ചോരശാസ്ത്രം വെച്ച് നോക്കിയാൽ കവർച്ച നടത്താൻ ഇത്രയും നല്ലൊരു ദിവസം വേറെയില്ല.